ഞാൻ അനുഭവിച്ചത് ഞാൻ അറിഞ്ഞു, കുഞ്ഞുമോൾ അറിഞ്ഞു, മതി. അല്ലെ ഈ കുറ്റപ്പെടുത്തവനും ഇതേ സ്റ്റേജിൽ പോകുന്നവരായിരിക്കും. എന്നാലും അത് അതിന് വേറൊന്നുമില്ല, അതിന് ചെറിയ അസൂയ, കുശുമ്പ് എന്നൊക്കെയാണ് വാക്കുകൾ. അത്രേ ഉള്ളൂ അതില്. ആസ് എ ഹ്യൂമൻ നമ്മൾ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുതലെടുത്ത് ജീവിക്കാം. അപ്പൊ ഇത് ആണായാലും പെണ്ണായാലും, അതായത് ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തലയിൽ ചവിട്ടി ഡാൻസ് കളിക്കാൻ തീരുമാനിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തിരിച്ച് ഇവൾ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് അടിച്ചെടുത്ത് ഞാൻ ജീവിക്കാന്ന് കഴിയുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞങ്ങൾ കല്യാണം അറിയിച്ചു, ഞങ്ങൾ എല്ലാരെയും അറിയിച്ചു തുടങ്ങിയപ്പോ കുഞ്ഞുമോക്ക് ഒരു ഫോൺ കോൾ, ഇവനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ, ഇവൻ ആള് മഹാമോശമാണ് എന്ന് വളരെ മോശമായിട്ടുള്ള ഒരാളാണ് വിളിച്ചു പറയുന്നത്. ശരി, നീ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ അങ്ങനെ വാർണിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാ, എന്റെ അടുത്ത് അത് ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നതെന്നാണ് ഏറ്റവും കോമഡി. നിങ്ങളുടെ വൈബ് കറക്റ്റ് ആവില്ല. അയ്യോ ദിവ്യക്ക് പഠിപ്പൊന്നുമില്ല, എക്സ്പോഷർ ഇല്ല. ക്രിസ്റ്റിന് ഭയങ്കര എക്സ്പോഷർ ഉള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ചോദിക്കട്ടെ, ഞാൻ കുഞ്ഞുമോളോട് പറഞ്ഞു, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥലത്ത് നിനക്ക് നാഭാവാൻ ഞാനുണ്ട്. എനിക്ക് കണ്ണൂർ ഭാഷ അറിയില്ല, അവിടെ നീ എനിക്ക് നാവായിക്കോ, കുഴപ്പമില്ല. എന്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാ, ഞാൻ പറഞ്ഞു അത് മീൻസ് അതായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ക്രിസ്സിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഇല്ല, ആരെങ്കിലും നോക്കിയാ പോരുന്നത്. ക്രിസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ പോയി ചോദിക്കുന്നത്. ഈ കല്യാണത്തിന് മുന്നേ ഈ പറഞ്ഞവരൊക്കെ എവിടെ പോയി? ലൈഫ് അറിയുന്നവരാ. പിന്നെ എല്ലാം തികഞ്ഞ അങ്ങനെ വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്റ്റാറ്റസും ഒക്കെ തികഞ്ഞ ഒരാളെ എന്താ കൊണ്ടേ കൊടുക്കാതിരുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടാ, അത് എനിക്കത് ഫീലായപ്പോ ഞാൻ പറഞ്ഞ കേട്ടോ, ശരിയാന്ന്, എനിക്ക് പഠിപ്പില്ല. കാരണം 18 വയസ്സിൽ ഞാൻ പിന്നെ അവിടെ പഠിപ്പും മുടങ്ങിയ പിന്നെ എന്തോ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം, അന്ന് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ പഠിച്ചില്ല, മലയാളം ഒരു അറിയാലോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു വാക്ക്, മലയാളം അറിയില്ലേ? ഞമ്മള് മലയാളം അറിയാം, അതിനെ കണ്ണൂരാണ് സംസാരിക്കുമ്പോ അതിനെ ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, എനിക്ക് സ്നേഹിക്കാൻ പറ്റൂലേ, എനിക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റൂലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, എനിക്ക് ഭാര്യയാവാൻ പറ്റും, എനിക്ക് സ്നേഹം തരാൻ പറ്റും, ഇതെനിക്ക് തരാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതാണ് ഇല്ലാതിരുന്നതും. ബിക്കോസ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് ഓൾഡ് ട്രഡീഷൻ, നമ്മുടെ കുട്ടിക്ക് പണ്ടത്തെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഒരു 14 വയസ്സായ കുട്ടി ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടിയുമായിട്ട് ഒരു ചൈൽഡ് മാരേജ് നടത്തും. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ 2 വീട്ടിലേക്ക് പോകുന്നു. പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവർക്കൊരു മുഹൂർത്തം കുറിച്ച് ഇവർ ചേർന്ന് വരുന്നു. പലപ്പോഴും അക്കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ജോണ്ടിസും അതുപോലത്തെ രോഗങ്ങളും വന്ന് അവര് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു, 5 വയസ്സ് 6 വയസ്സായ കുട്ടി വിഡോ ആകുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീക്ക് ചുറ്റും നടക്കുമ്പോൾ ആ കൊച്ചു കുട്ടികൾ പറയുന്നത്, നിന്റെ ആവശ്യത്തിന് ഞാൻ നിന്റെ കൂട്ടിനുണ്ടാവും, നിനക്ക് ഞാൻ താങ്ങും തണലും ആവും, ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ കഴിപ്പിക്കും, ഞാൻ ഉടുത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഉടുപ്പിക്കും എന്ന് ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി പഠിപ്പിച്ചിരുന്നൊരു സിസ്റ്റം. ഇത് വലുതായി കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ അഗ്നിക്ക് ചുറ്റും പോകുമ്പോൾ കുഞ്ഞുമോളുടെ കൈ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിലെ കട്ടവിരൽ പിടിച്ച് ഞാൻ അമിയിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, അവിടെ ഇതാ നോക്കൂ, അരുന്ധതിയെ കാണൂ, അതുപോലെ നമ്മൾ ചേർന്നിരിക്കണം, എത്ര കാലം കഴിഞ്ഞാലും ചേർന്നിരിക്കണം, അതുപോലെ ഇരിക്കണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ട് മാത്രമേ ഞാനത് പറയാവൂ. ഞാൻ തീക്ക് ചുറ്റും എടുത്ത ആ സത്യങ്ങൾ, ആ സപ്തതി എന്ന് പറയുന്ന അതിനിടയ്ക്ക് ഞാൻ എടുക്കുന്ന ഈ കാര്യങ്ങൾ, കുഞ്ഞുമോക്ക് എന്താണോ ആവശ്യമുള്ളത്, ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ബി ടേണിംഗ് ഔട്ട് ടു ബി എ വീഗൻ ഓർ എ വെജിറ്റേറിയൻ ഫോർ മീ. ബിക്കോസ് ജീവിതകാലത്ത് എന്താണോ കഴിച്ചിട്ടുള്ളത് അത് തന്നെ കഴിക്കണം, എന്റെ മക്കളും അങ്ങനെ തന്നെ കഴിക്കണം, അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാവണം. അതേപോലെ ഞാൻ കഴിക്കുന്നത് ഇനി മുതൽ നീ നോൺ വെജ് കഴിക്കണം എന്ന് ഇവരാരും പറയുന്നില്ല. അതിനേക്കാളും കൂടുതൽ എന്താണ് നല്ല ലൈഫ് ഉണ്ടാവുന്നത്? ക്രിസ്, ഞാനൊരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീൽസിൽ നോക്കിയപ്പോൾ ദിവ്യയുടെ കാലിൽ ചിലങ്ക് കെട്ടി കൊടുക്കുന്ന ക്രിസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ദിവ്യ ഡാൻസ് ചെയ്യുന്ന വീഡിയോ. അതിന്റെ താഴെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കമന്റ്സിനെ കാണുന്നത് ഒന്ന് നോക്കിയിട്ട് ആവശ്യമില്ലാത്തന്നെ അപ്പം തന്നെ എടുത്ത് കളയും. ഇപ്പൊ എന്നെയും ഒരുപാട് ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതും പറഞ്ഞ്. പക്ഷെ നമ്മൾക്ക് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. നമ്മൾ ലോപ്പ് സൈഡഡ് 1 സൈഡഡ് ആയിട്ടല്ല ചിന്തിക്കുക. അപ്പൊ ആ കമന്റ് സെക്ഷനകത്ത് ദിവ്യക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, മോഹിനിയാട്ടം എത്ര വർഷം കൊണ്ട് ചെയ്യേണ്ടത്, ഒരു സെമി ക്ലാസിക്കൽ മ്യൂസിക്കിന് ആണ് ചെയ്തത് അല്ലെ, വേഷം മാത്രമേ മോഹിനിയാട്ടത്തിന്റെ ഉള്ളൂ. അപ്പോ ഞാനപ്പോ അത് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം, നമുക്ക് അറിയുന്നത് പോലെ അത് ചെയ്യാം, അത് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം, വേണ്ടാത്തവർക്ക് ദേ ഹാവ് ഓപ്ഷൻസ്. ഇതെന്താ വെച്ചാ ഇത് ഞാൻ പറയട്ടെ,
ഇതിനിപ്പോ ഇവിടെ പറയാം, ആളാരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാന് സത്യം പറഞ്ഞ ഏട്ടനെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഏട്ടന് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ നോക്കിയപ്പോ ഏട്ടൻ ഒരുപാട് പാട്ട് പാടിയിട്ട് കേൾക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ഇത് കരഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ലൈഫിലെ കുറെ കഥകളൊക്കെ കേട്ടപ്പോ എന്തോ എനിക്ക് അത് ആ ഒരു പാട്ടിന് എനിക്ക് അറിയില്ല ചെയ്യാനെങ്കിലും അറിയുന്ന രീതിയിൽ എനിക്കതൊന്ന് ചെയ്തിട്ട് ഏട്ടന് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. ഗിഫ്റ്റ് ഫോർ ഹിം അല്ലേ? ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞാൻ അത് ബാക്കിയുള്ളവർ കാണേണ്ട കാര്യമല്ല. അപ്പൊ പക്ഷെ അത് ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചതാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ ചേച്ചി. ഞാൻ വിചാരിച്ചത് ഏട്ടനോട് പറയാതെ കണ്ട് സത്യം ആ സോങ് കേട്ടപ്പോ അറിയാം, ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ആ പാട്ട് കേട്ടപ്പോഴും ഏട്ടന്റെ സ്റ്റോറി അറിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ഓരോ പാട്ട് പാടിയത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യം, മക്കൾക്കും ഇഷ്ടമാണ് അത് പാട്ട് കേൾക്കാൻ. നന്ദു മോൻ ആ പാട്ട് വെച്ചോണ്ടിരിക്കും. ഒരുപാട് സോങ് ഇങ്ങനെ വെച്ചിട്ട് പറയും, അപ്പൊ പാവല്ലമ്മ, അപ്പൊ എന്റെ മുഖം നോക്കിയമ്മ ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ അതെങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണല്ലോ. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ മോളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഉണ്ട്, എനിക്കൊന്ന് പാട്ട് ഇതിന് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുമോ, വീഡിയോ കോൾ വിളിച്ചിട്ട്. അപ്പൊ അവക്ക് സമയമില്ല. മോളോട് പറഞ്ഞപ്പോ മോക്കും പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് രണ്ടും കെട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് അതൊന്ന് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഏട്ടൻ തന്നെയാണ് രജനി ടീച്ചറുടെ അടുത്ത് എന്നെ ആക്കിയതും. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കയ്യും കാലമൊക്കെ വേറെ, ഇതൊന്നും ശരീരമൊന്നും വഴങ്ങുന്നില്ല. ചേച്ചി ചെയ്ത് ശീലമില്ലല്ലോ, വരുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇപ്പൊ മോഹിനിയാട്ടം ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസിന്റെ ലെവലിലേക്ക് അത് ഉയർന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ അത് മോഹിനിയാട്ടം അല്ല. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ കൈ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര പഠിപ്പിച്ചു തന്നാലും എന്റെ തലയിൽ അത് കയറണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് അറിയില്ല. ഞാനത് എല്ലാവരോടും പറഞ്ഞു എനിക്ക് അറിയില്ല. കൈ ഇപ്പൊ ഇവിടെ വെക്കണോ, ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാലും കളിക്കുമ്പോ എന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അത് അറിയാത്തത് കൊണ്ടാ. പക്ഷെ ഞാൻ അതേയല്ല എന്റെ ഏട്ടന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗുരുവായൂരപ്പൻ തന്നതാണ് ലൈഫ് എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്തപ്പോഴും ഒരാളും നല്ലൊരു വ്യക്തി പോലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു ലൈഫ് തരാമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും എന്തിനായിരിക്കും വരുന്നത് അല്ലേ? പടം കണ്ടിട്ടോ അല്ലെങ്കിൽ ശരീരം കണ്ടിട്ടോ ആയിരിക്കും വരുന്നത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് കുടുംബജീവിതം എനിക്ക് മെയിനായിട്ട് എന്റെ മക്കളാ. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, മക്കൾ സേഫ് ആവണം. അവർക്ക് എനിക്കൊരു ഐഡന്റിറ്റി വേണം. അല്ലാണ്ട് എത്രയോ പേര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്, 2 കുട്ടികളായില്ലേ, എന്താണ് ഇങ്ങനെ ലിവിങ് ടുഗദർ ആയി നിന്നാ പോലെ. അതൊരിക്കലും എനിക്ക് ശാശ്വതമല്ല. ഇതെന്താ ടെസ്റ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. എനിക്കൊരു ലൈഫ് വേണം. കാരണം എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇതെന്റെ ഭർത്താവാണ്, 4 ആൾ അറിയണം നമുക്കിങ്ങനെ ഫാമിലി ഉണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് ഒരു കാര്യമില്ല. നാളെ പിറ്റേന്ന് മോള് കല്യാണം കഴിക്കുമ്പോ ഇതാര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റണേ ചേച്ചി അല്ലേ? വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡാണത്. ഇതിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ദിവ്യ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മുടെ നാട്ടില് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും പറയാത്ത എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, വളരെ സെൻസിബിൾ ആണത്. എന്തിനാ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, നമുക്കത് പറ്റൂല. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഇല്ല. ഇനി ലൈഫ് ഇല്ല ചേച്ചി, തീർന്നു. നല്ലൊരു ലൈഫ് കംപ്ലീറ്റ് എന്റെ തീർന്നു അല്ലെ? ഞാൻ പറയുന്നത് അങ്ങനെയല്ല, പേടിച്ചിരുന്നു അങ്ങനെ. ഞാൻ പറഞ്ഞങ്ങനെയല്ല. ഞാൻ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചിട്ട് അതെനിക്ക് കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു 32 വയസ്സ് ആ സമയത്താണ് ഞാൻ ഈ വേണ്ടാന്ന് വെക്കുന്നത്. അത്രപ്പോഴും എനിക്ക് ആ ലൈഫ് മൊത്തം പോയി. എനിക്കൊരു നല്ല ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു. അപ്പോഴും മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. വീടില്ല, വാടക കൊടുക്കണം, അതടക്കണം, ഇതടക്കണം. കിട്ടുന്ന ചിലപ്പോ ഒരു മാസം വർക്കേ ഉണ്ടാവൂല, 2 മാസം ഉണ്ടാവൂല. ഈ സമയത്ത് ഞാൻ പറയുന്നത്, എനിക്ക് എന്നെ ബിന്ദു അമ്മ പത്തനംതിട്ടയിൽ ഇപ്പം ഏട്ടന്റെ വൈഫായിട്ട് ചെയ്യുന്നത് ബിന്ദു അമ്മയാണ്. അത് ഞാൻ വന്ന് ചേച്ചി ഉണ്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോ 8000 രൂപയാന്ന് തോന്നുന്നു ബിന്ദുമ്മ എനിക്ക് തന്നത്. കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. 2000 അങ്ങനെ ഞാൻ ചില്ലറാക്കിയത് പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തു തീർത്തത്. എനിക്ക് ഞങ്ങള് പത്രമാറ്റ് ഓഫ് ഷൂട്ട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും പറയുമ്പോൾ ഞാനൊരു മൂത്ത മകനെ പോലെ, കാരണം ബന്ധുമ്മയുടെ മകനേക്കാളും 1 വയസ്സ് വ്യത്യാസമാണ് എനിക്കുള്ളത്. ഞാൻ അമ്മ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ രാവിലെ അമ്മ എന്ന് വിളിച്ച് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും. ഓ നീ നേരത്തെ വേറെ എവിടെയോ പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം. എന്റെ അടുത്ത് ഇങ്ങനെ പറയും, കൃഷ്ണ അവരിങ്ങനെ പറ്റിച്ചു, കൃഷ്ണ ഇവരിങ്ങനെ പറ്റിച്ചു. ഇങ്ങനെ പറയുമ്പോ ആ പറയുന്ന ഒരാളുടെ വായിന്ന് അവൾ പാവമാണ്, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ദിവ്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
എന്റെ അമ്മ എന്നോട് പറയുന്ന പോലെയല്ലേ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അത് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അന്ന് നമുക്ക് പെൻഡിങ് ആവുമല്ലോ പൈസ, നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടാൻ ലേറ്റ് ആവും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആ സെറ്റില് അല്ലെ. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇങ്ങനെ, അപ്പോഴാണ് ബിന്ദു എനിക്ക് തന്നത് ആ പൈസ. ഒരിക്കലും ഞാൻ മറക്കൂല അത്. അതുപോലെ തന്നെ ദിവ്യ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ ബ്രൈഡലിനൊക്കെ പോവും അങ്ങനെയൊക്കെ. പിന്നെ പെയിൻ ഗസ്റ്റുകളെ നിർത്തിച്ചു. കാരണം പെയിൻ ഗസ്റ്റുകൾ നിർത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ആളാവണം. ഞാൻ ലേറ്റായിട്ട് വീട്ടിലെത്തിയാലും മക്കൾക്ക് കുട്ടികളുണ്ടല്ലോ ഈ ചേച്ചിമാരെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടീനെ കുറിച്ചാണ്. പ്രിൻസി, മേഘ, ഇവരെ കുട്ടിയുടെ പേര് പെട്ടെന്ന് മറന്നു വരാം. അപ്പൊ ഈ പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടി അത്ര ഇവരെ അങ്ങനെയായിരുന്നു. ചേച്ചി ഞാൻ വീട്ടിൽ പോയി നിൽക്കും, അവള് വന്ന് നിൽക്കും, അമ്മേന്ന് വിളിക്കും. ആ ഒരു തന്നെയായിരുന്നു മക്കൾക്ക് അത്ര. അതുകൊണ്ട് ഞാൻ ഒരു 4 കുട്ടികൾ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിർത്തി. അവര് തരുമല്ലോ ചേച്ചി, നമുക്ക് വർക്കില്ലെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് അധികം ഉണ്ടാക്കണം. അവർക്ക് നമ്മളെ വീട് പോലെ തന്നെ അവർക്ക് എടുത്ത് കഴിക്കാം. അത് എനിക്ക് ആശ്വാസമാണ്. ഞാൻ ഷൂട്ടിനും പോയിട്ട് വരുമ്പം എന്റെ മക്കൾക്ക് വീട്ടിൽ ആളുണ്ട്, കൂടെ പുറപ്പുകളെ പോലെ ആളുണ്ട്, 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന് ആളുണ്ട്. പക്ഷെ അവരൊക്കെ വലിയ പഠിക്കുന്ന മക്കളാ, എനിക്കതില്ല. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ നന്ദു എനിക്ക് പറഞ്ഞു കൊടുക്കാനോ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷും അറിയതെല്ലാം പഠിക്കുമ്പോ എനിക്ക് വിഷമാണ്. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ എന്റെ മക്കൾ ഇങ്ങനെ ആയത്. ദിവ്യ കരയരുത് ദിവ്യ ഭാഗ്യവതിയാണ്. അത്രയും വേദനകൾ അനുഭവിച്ചിട്ട് അവസാനം ദിവ്യക്ക് ഗുരുവായൂരപ്പൻ വിളിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇത്രയും നല്ല ഒരു ജീവിതം തന്നത്. ഇനി കരയരുത്, ദയവ് ചെയ്ത് ഇനി കരയരുത്. ഞാൻ ലെറ്റ് മീ ആഡ് സംതിങ്. നമുക്ക് തിരുക്കുറലില് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈന്ത്ര പൊഴുതൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി. ഒരു അമ്മയ്ക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലുത് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ നല്ലവനാണ്, നല്ലവളാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ്. തീർച്ചയായും. അപ്പോ അതില് എന്റെ മക്കൾ അങ്ങനെ വളർന്ന് കുഞ്ഞുമോക്ക് നല്ല പേര് എടുത്തു കൊടുക്കും എനിക്ക് തീർച്ചയുണ്ട്. കാരണം അത്രത്തോളം ജീവിതത്തില് കുഞ്ഞുമോൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഞാൻ ദേവിയോട്, മോനോട് ഞാൻ ചോദിക്കാറുണ്ട്, നീ ഇപ്പൊ ഈ ചെലവാക്കിയത് എത്ര ആണെന്ന് അറിയാമോ? ഇപ്പൊ ഇത്ര പാക്കറ്റ് പാല്, അതായത് ഇത്ര ദിവസം പാല് വീട്ടിൽ വാങ്ങിക്കുന്ന അത്രയുമാണ് ഇത് ചെലവായി പോയത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മേ ബി ഹീസ് ഗെറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഈ അമ്മ എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. പലപ്പോഴും ഇക്കാലത്തെ കുട്ടികൾക്ക് അമ്മമാരെന്ന് പറയുന്നത് അവർക്കൊരു ഇറ്റ്സ് മോർ ലൈക്ക് എ പിൻകുഷൻ. അവരുടെ ദേഹത്ത് വരുന്ന സൂചിനെ കുത്തി മാറ്റാനുള്ള ഒരു പിൻകുഷൻ മാത്രമായി പോകുന്നു അമ്മമാര്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈന്ത്ര പൊഴുതിൻ പെരുതുവക്കം തൻ മകൻ സാന്റോൺ എന്ന് കേട്ടതായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഏത് ഗുരുവായൂരപ്പന്റെ മുന്നിലാണോ ഞാൻ എന്നെ പ്രഗ്നന്റ് ആണെന്ന് അമ്മ അറിയാതെ ചെന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത്, അങ്ങനെയാണ് എനിക്ക് കൃഷ്ണൻ എന്ന് പേരിടുന്നത്. ഗുരുവായൂർ വെച്ചിട്ടാണ് അമ്മ അറിയുന്നത്. അപ്പൊ ആ സന്തോഷം എന്റെ മകള് കൃഷ്ണനായിട്ട് ഇന്നലെ കളിച്ച ഡാൻസ്, കുഞ്ഞുമോൾ ഇന്നലെ കളിച്ച ഡാൻസ്, അത് കണ്ട് അമ്മയ്ക്ക് പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് ചെലങ്ക വാങ്ങിച്ചു. ഞാനത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ലൈഫിൽ ഒരു ഫുൾ സർക്കിൾ വരണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ചെലങ്ക എടുത്ത് കൊടുക്കാനുള്ള ഒരു അവസരം അത് എന്റെ കുഞ്ഞുമോളും മോളും സാധിച്ചു. അത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ എല്ലാരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലെടുത്ത്. അതേപോലെ കുഞ്ഞുമോക്ക് എന്താ കുടിക്കാൻ വേണ്ട ജ്യൂസ് വേണം എന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങിച്ചു വരുന്ന സമയത്ത് ഒരു ബോട്ടിൽ റോസ് മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. കാരണം അമ്മ പണ്ട് ഹോട്ടലിൽ വന്നിട്ട് റോസ് മിൽക്ക് കുടിക്കാമായിരുന്നു പറഞ്ഞ് കരഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ബുക്കിൽ. അപ്പോ എനിക്ക് ദീസ് മൂമെന്റ്സ് ആർ വെരി സ്പെഷ്യൽ ടു മീ. കുഞ്ഞുമോൾ എനിക്ക് തരുന്നത് എന്താണെന്ന് കുഞ്ഞുമോൾക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു ആയുഷ്കാലം മുഴുവനും ഞാൻ ലോകം മുഴുവനും എല്ലാവരുടെ എല്ലാ ഋഷിമാരുടെ അടുത്തും സന്യാസിമാരുടെ അടുത്തും തെണ്ടിയാലും കിട്ടാത്ത സന്തോഷം ചുമ്മാ ഇങ്ങനെ ഒരു പ്ലാറ്റർ വെച്ച് തരികയാണ് കുഞ്ഞുമോൾ. അപ്പൊ അത് എന്താണെന്നുള്ളത് മേ ബി ഷി വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ കിട്ടാനൊന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ക്രിസ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ ബാക്കി കുഞ്ഞുമോളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാനോ സമയം കണ്ടെത്തിയ ആ മഹത് വ്യക്തികൾ, ഞങ്ങളുടെ ജീവിതം പഠിപ്പിച്ച ആൾക്കാർ, അവരുടെ ലൈഫിലൊന്നും ആലോചിച്ചു. സത്യം, അവരെന്റെ ഗുരുക്കന്മാരാണ്. ഈന്ത്ര പൊഴുതൻ പെരുത്തുവക്കം തൻ മകൻ സാൻറൂൺ എന്ന് കേട്ടത് ഞങ്ങളുടെ വായിൽ നിന്ന് പറയുന്ന ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് അത് മാനക്കേടാണ്. അവർ ചെയ്തത് തെറ്റാണ്. അവരുടെ കാർമിക് സൈക്കിൾ ആലോചിക്കുമ്പോൾ എനിക്ക് അവരുടെ വിഷമം തോന്നും. കാരണം അവരിനി എത്രത്തോളം കഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് അറിയില്ല. തിരിച്ച്
വരണം എന്നുണ്ടെങ്കിൽ. കാരണം അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ മക്കളെയും. എന്റെ മോക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോ അവിടെ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ആകെ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും അടുത്തുണ്ടാവണം, കൈ ഒന്ന് അച്ഛന്റെയും അമ്മയുടെയും പിടിക്കണം. She's fine. സുരക്ഷിതത്വം. എന്റെ മോന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സൂചി കാണുമ്പോൾ പേടി വരുമ്പോൾ വിളിക്കുന്ന എന്നെയാണ്. അപ്പൊ ഞാൻ ഈ വഴക്ക് പറയണ ഞാനാണ്. ഉം. ഞാൻ എന്റെ മോന് വഴക്ക് പറയുന്ന സ്നേഹം കൊണ്ട് വഴക്ക് പറയണതാ. പക്ഷെ അവന് സൂചി കണ്ട് പേടിക്കുമ്പോ എന്നെ തന്നെയാ വിളിക്കുക. അപ്പൊ ഞാൻ പറയടാ ഇത് എന്തോന്ന് പോവാൻ പറ എന്ന് ചിരിച്ചു കളയുമ്പോൾ ഹിൽ ബി ഓക്കെ. അപ്പൊ എവിടെയോ എനിക്ക് കിട്ടുന്ന ഈ സന്തോഷം. അച്ഛൻ ഹീസ് ഓൾമോസ്റ്റ് ഇപ്പൊ 86 അമ്മ 74. അപ്പൊ ആ പ്രായത്തില് അവര് രാത്രി 10 മണി വരെ ആ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എന്റെ ലൈഫ് ഫുള്ളായി. അമ്മ പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ച അമ്മയുടെ